അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയപ്പോഴാണ് താലിബാൻ അവിടെ അധികാരത്തിലേറിയത്. ഇപ്പോഴിതാ അമേരിക്കൻ സൈന്യം വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വ്യോമത്താവളം തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ സാധിക്കുന്നു. അമേരിക്ക വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ്. ബഗ്രാം വ്യോമത്താവളത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം അമേരിക്ക വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സൈനിക ശക്തി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാബൂളിലെ ബഗ്രാം വ്യോമത്താവളത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഞങ്ങളുടെ ഭരണകൂടം പ്രവർത്തിക്കുന്നു. ഒന്നും ഏറ്റെടുക്കാതെ ഞങ്ങളത് താലിബാന് കൈമാറി. ഇപ്പോൾ ഞങ്ങളത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കാം. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 2021 താലിബാൻ അഫ്ഗാൻ സർക്കാരിനെ അട്ടിമറിച്ച് ബഗ്രാമിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ആ സമയത്ത് ബഗ്രാം വ്യോമത്താവളത്തിൽ നിന്ന് US തങ്ങളുടെ സൈനികരെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ട്രംപ്. ഈ സ്ഥലം, അതായത് ബഗ്രാം വിമാനത്താവളം തിരികെ ലഭിക്കുന്നതിന് പിന്നിലെ കാരണം അഫ്ഗാനിസ്ഥാനല്ല, ചൈനയാണ്. കാരണം ചൈനയുടെ ആണവായുധ നിർമ്മാണ സൈറ്റിൽ നിന്ന് 1 മണിക്കൂർ അകലെയാണ് ഈ സ്ഥലം. ഞങ്ങൾ ഒരു ചെറിയ സൈനിക സംഘത്തെ ബഗ്രാമിലേക്ക് അയക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ നീക്കമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് ചൈനയെ അമേരിക്ക നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബഗ്രാമിനെ ഒരു ബഹുമുഖ ഘടകമായിട്ടാണ് കാണുന്നത്. ചൈനയുടെ ആണവായുധ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് ഇത് 500 മൈൽ അകലെയാണ്. കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ അപൂർവ ധാതുക്കളിലും ഖനന മേഖലയിലും ആധിപത്യം സ്ഥാപിക്കാനും ISISനെ ലക്ഷ്യം വയ്ക്കാനും അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ്. 2 പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ യഥാർത്ഥത്തിൽ നാശനഷ്ടം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പോയപ്പോൾ അതിനും വലിയ നാശനഷ്ടം വിതയ്ക്കാൻ ഇവിടെ താലിബാൻ വന്നു. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്ക അവിടെ നടത്താൻ പോകുന്നതെന്ന് കേൾക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.